ഹായ്, വെൽക്കം ടു അവർ ചാനൽ മിനൂസ് ടൈനി ക്രാഫ്റ്റ്. ഇന്ന് നമ്മളൊരു ബൾബാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരു ക്രിസ്മസ് ഫാദറിനെ ഒന്ന് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓണത്തിന് ഒരു ബൾബ് എടുത്താൽ നമ്മൾ മാവേലി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഒരു ബൾബ് എടുത്തേക്കാമെന്ന് ഓർത്തെടുത്തതാണ്. ഇനി നമ്മൾ ബൾബിന് ആദ്യം നമ്മൾ ഒരു സ്കിൻ കളറൊന്ന് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ ആ മുഖത്തിൻ്റെ കളറൊന്ന് നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണിത്. നമുക്ക് റെഡ് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം റെഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ കണ്ണൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ 2 ഡോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ പിരിക ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അപ്പൂപ്പൻ്റെ താടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ആദ്യം 2 സൈഡിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് നമുക്കൊന്ന് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. 2 സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്ക് ഭാഗം നമുക്ക് ലാസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ നമുക്ക് താടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂക്കിനൊരു തെർമോക്കോൾ ബോളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ വൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഒന്ന് സ്കിൻ കളറൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഓക്കെ ആയിക്കോളും. ഇപ്പം നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീശ റെഡിയാക്കി എടുക്കാം. അതും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു താടിയും മീശയോടും ഒരുമിച്ച് ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഞാനൊന്ന് ഒതുക്കി കൊടുക്കുകയാണ് താടി മീശയൊക്കെ. നമുക്ക് ചുണ്ടിൻ്റെ ഭാഗത്തൊരു റെഡ് കളറൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഒരു സുന്ദരൻ അപ്പൂപ്പനായി വരുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു ബെൽറ്റാണ്. അത് നമ്മളിങ്ങനെ ഒന്ന് വെട്ടുന്നതാണ് നമുക്ക് എളുപ്പം. നമ്മളിങ്ങനെ ഒന്ന് വെട്ടി വന്നിട്ട് ഒന്ന് കയറ്റി ഇച്ചിരി വീതിയായിട്ട് നമ്മളിങ്ങനെ ഒന്ന് എടുത്തിട്ട് പിന്നെ വീതി കുറച്ചൊന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് ആ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നടുക്ക് വശമൊന്ന് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഉണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഉണ്ടോ, ഇനി നമുക്കിതിന് കളർ ചെയ്ത് കൊടുക്കണേ. ബ്ലാക്കും പിന്നെ നടുക്ക് വശത്ത് നമ്മൾ ഗോൾഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നടുക്കും ഗോൾഡിലൊക്കെ വന്ന്. ഇനി നമ്മൾ ഡ്രസ്സിന് ഇച്ചിരി പഞ്ഞിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ആ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് വശമൊക്കെ നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടി. നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കൈയും ക്യാപ്പും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ നമ്മളൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ 3 നമുക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരെണ്ണം ഇച്ചിരി സൈസിലേ വേണം. അത് നമ്മുടെ ക്യാപ്പിന് വേണ്ടി, നമ്മുടെ കൈക്ക് വേണ്ടി ചെറിയ സൈസിലേ മതി. ഇനി നമുക്ക് കൈ ഒട്ടിച്ച് കൊടുക്കാമേ. നമ്മുടെ ക്യാപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാപ്പിൻ്റെ സൈഡൊന്ന് ഒടിച്ച് നമ്മളിങ്ങനെ വെക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ ഇച്ചിരി ആ ഡ്രസ്സിൻ്റെ ഭാഗത്തിനൊന്ന് കുറച്ച് പഞ്ഞിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ക്യാപ്പയിൽ അതുപോലെ തന്നെ പഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് 2. നമ്മൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ഷൂസായിട്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സാന്താക്ലോസ് അങ്ങ് നിൽക്കാനും പറ്റും. അതിനൊരു നല്ലൊരു ബൾബിൻ്റെ ആ ഒരു ഇത് മാറി നമുക്ക് അതൊന്ന് നിൽക്കാൻ പറ്റും. ഇനി നമ്മൾ ക്യാപ്പയിലൊരു തെർമോക്കോളും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ തെർമോക്കോളിൽ നമ്മൾ പെയിൻറ്റും കൂടെ തേച്ച് നമ്മുടെ സാന്താക്ലോസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബൾബൊക്കെ കിട്ടുമ്പോൾ ആരും കളയണ്ട കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ബൾബിൻ്റെ പല ക്രാഫ്റ്റുകളും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം എടുത്തൊക്കെ വെക്കുക. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറൊക്കെ തരിക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.